കാനോൺ R50V പേര് സൂചിപ്പിക്കുന്ന പോലെ വ്ളോഗേഴ്സിന് വേണ്ടിയുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഡെമോ പീസാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു റീൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് പ്രത്യേകത. അപ്പോൾ ഏറ്റവും ജനപ്രിയ മോഡലായിരുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടൊരു മോഡലായിരുന്നു R50 എന്നുള്ളൊരു മോഡൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാനോണിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ആദ്യം ഉള്ളത്. അതൊക്കെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചാർജറാണ് LP-E17. അതായത് R50 ഉപയോഗിച്ചിരുന്ന അതേ ചാർജറും അതേ ബാറ്ററിയും തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി വരുന്നുണ്ട് LP-E17 ബാറ്ററി. നേരത്തെ കാനോണിൻ്റെ R50-200Dയിലൊക്കെ വരുന്ന അതേ ബാറ്ററി തന്നെയാണ് ഇതിനകത്തും കമ്പനി ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ എല്ലാ ക്യാമറയിലും ഉള്ള പോലെ തന്നെ ഒരു ക്യാമറ സ്ട്രാപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ലെൻസാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. സാധാരണ ക്യാമറകളുടെ കൂടെ വരുന്ന ലെൻസിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ലെൻസാണ് കാനോൺ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അത് 14-30 ലെൻസാണിത്. നേരത്തെ 18-55 ആ സീരീസിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് കുറച്ചുകൂടെ വൈഡ് ആക്കിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് വഴിയേ പറയാം. പിന്നെ ഫോക്കസ് പറയുകയാണെങ്കിൽ നമുക്കിത് മൂവ് ചെയ്യത്തില്ല. അതായത് ഗിംബലിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെൻസാണ് ഇതിനകത്ത് വന്നേക്കുന്ന ലെൻസ്. അടുത്തത് നമ്മുടെ ബോഡിയാണ്. അപ്പോൾ ഇതാണ് ബോഡി എന്ന് പറയുന്നത്. ഒരു ചെറിയ സിനിമ ലുക്ക് ഇതിൻ്റെ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എൻ്റെയൊക്കെ സാറിന് ഉണ്ടായിരുന്നതിനേക്കാളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രിപ്പ് പറയുകയാണെങ്കിൽ നേരത്തേക്ക് ഇതൊരു റബ്ബർ ഗ്രിപ്പൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതും ആ ഒരു ഗ്രിപ്പാണെന്ന് നമുക്ക് തോന്നുകയില്ല. എങ്കിൽ നല്ല പിടുത്തം കിട്ടുന്നൊരു ഗ്രിപ്പാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് ബട്ടണാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. R50 റെക്കോർഡിംഗ് ബട്ടൺ നമുക്ക് ഫ്രണ്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രാൻഡിങ് ആദ്യമായിട്ടാണ് കാനോൺ ഇങ്ങനെ ഒരു റോയൽ ബ്രാൻഡിങ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സിൽവർ ഒരു സിനിമ ലൈൻ ക്യാമറ നമ്മുടെ കയ്യിലിരുന്ന ഫീല് കിട്ടുന്ന ഒരു ബ്രാൻഡിങ് കാനോൺ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കിൽ സാധാരണ പോലെയുള്ള AF-ൻ്റെ ബട്ടണ്, കളറിൻ്റെ ബട്ടൺ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡ് എവിടെ വേണമെങ്കിലും ട്രൈപോഡിൽ നമുക്ക് ഇങ്ങനെയും ഫിക്സ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയും ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അട്രാക്ഷൻ വെച്ചാൽ. എനിക്ക് തോന്നുന്നത് സാധാരണ ക്യാമറകളിലൊന്നും തന്നെ ഞാനിത് ഇങ്ങനെ കണ്ടിട്ടില്ല. ഈ രീതിയിൽ നമുക്ക് സാധാരണ ഇങ്ങനെയാണ് വയ്ക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ആദ്യം പറഞ്ഞ പോലെ ഈ 14-30 എന്തിനാണ് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ക്ലോസ് ആയിട്ട്, അതായത് നമുക്ക് സെൽഫി മോഡലെന്ന് പറയുന്നത് ഏകദേശം ഒരു 16 mm നമ്മൾ സെൽഫി മോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സെൽഫിക്ക് ഒരു പ്രത്യേക സൗന്ദര്യം വരുന്നത്. ഒത്തിരി ആൾക്കാർ ശരിക്കുള്ള ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ സെൽഫിയെ ഇഷ്ടപ്പെടുന്നത് ആ ലെൻസിൻ്റെ പ്രത്യേകത കൂടിയാണ്. ആ ക്യാമറയുടെ പ്രത്യേകതയേക്കാൾ കൂടിയിട്ട് ആ ലെൻസിൻ്റെ പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് എന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് എന്നെ കണ്ടുകൊണ്ട് തന്നെ. അപ്പോൾ വ്ളോഗേഴ്സിന് വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ സിനി ലോഗിൽ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സിനിമ ഫീൽഡിലൊക്കെ സിനി ലോഗിൽ സാധാരണ ഹൈ എൻഡ് ക്യാമറയിൽ വരുന്ന സിനി ലോഗിൽ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. 12 കളർ മോഡ്സിലാണ് ഈ ക്യാമറ വരുന്നത്. നേരത്തെയുള്ള വീഡിയോയിൽ നമ്മളിത് പറഞ്ഞതാണ്. പിന്നെ R5 Mark II R1 ഉപയോഗിച്ചിരിക്കുന്ന പല ഫീച്ചേഴ്സും അതിൻ്റെ മിനിയേച്ചർ വെർഷൻ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഫോൾസ് കളർ ഡിറ്റക്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്, സീബ്ര അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഹൈ എൻഡ് ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ചെറിയ ക്യാമറയിൽ നമുക്ക് കാനോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് കാനോണിലൊരു ക്യാമറ അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ക്യാമറ എന്ന് പറയുന്നത് V1 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്പേസിലിട്ട്, അതായത് സോണിയുടെ ZV-E10 Mark II, ZV-E10 ആ ഒരു സെഗ്മെൻറ്റിൽ കാനോൺ ഒരു ക്യാമറ ഇല്ലായിരുന്നു എന്നുള്ളത് ഈ ക്യാമറ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും റെക്കോർഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാണുന്നില്ല. പിന്നെ ഓട്ടോ ഫോക്കസ് 651 AF പോയിൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഓട്ടോ ഫോക്കസിൻ്റെ സ്പീഡ് കൃത്യതയും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഭാരം പറയുകയാണെങ്കിൽ ഏകദേശം 480 ഗ്രാമാണ് ഈ ലെൻസ് ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ബിൽറ്റ് ഇൻ സ്റ്റീരിയോ മൈക്രോഫോണാണുള്ളത്. അപ്പോൾ വോയിസിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ മൈക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. 6K ഓവർ സാമ്പിളിങ്ങിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും 30 ഫ്രെയിം/സെക്കൻഡിൽ. അതുപോലെ 4Kയിൽ 60 ഫ്രെയിം/സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയൊരു ക്രോപ്പ് വരുന്നുണ്ട്. 4Kയിൽ 30 ഫ്രെയിം/സെക്കൻഡാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ക്രോപ്പ് ഇല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫുൾ HDയിൽ 120 ഫ്രെയിം/സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഈ ക്യാമറയ്ക്കകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നല്ല സ്മൂത്ത് ടോണാണ്. പ്രത്യേകിച്ച് നമുക്ക് കളർ ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ലൈവ് സ്ട്രീമിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ വ്ളോഗിങ് പർപ്പസിന് ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കാൻ നിങ്ങളൊരു ക്യാമറ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇനി വ്ളോഗിങ് ലിസ്റ്റിനകത്ത് പുതിയൊരു
ക്യാമറ കൂടെ ആഡ് ആവുകയാണ്. പ്രത്യേകിച്ച് ഇത്രയും നല്ല ടോൺ കിട്ടുന്നൊരു ക്യാമറ വേറെ ഇപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. മൊത്തത്തിൽ കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈവൻ ഈ ലെൻസ് റിലീസ് ചെയ്യുന്ന ബട്ടൺ ഉൾപ്പെടെ മൊത്തത്തിൽ ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് കാനോണിൻ്റെ R50V.